ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്ത് നമ്മളെ റൂമിലാട്ടുള്ളത്. വീട്ടിൽ നിന്ന് നമ്മൾ ഇന്നലെ മിന്നാന്ന് വന്നിട്ടുണ്ടായിരുന്നു, മിന്നാന്ന് രാത്രി. അപ്പോൾ ഇന്നലെ ഞാൻ വണ്ടിക്ക് നമുക്ക് കുറച്ച് പണികളുണ്ടല്ലോ, അപ്പോൾ പണികളും പാടെ കഴിച്ചിട്ട് ഓട്ടം തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലെ നമ്മളെ കാക്കനാട് സിവിൽ സ്റ്റേഷൻ്റെ അവിടുത്തെ വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് കുറച്ചധികം പണികളുണ്ട്. പണ്ടത്തെ കുറേ പണികൾ പെൻഡിങ് വെച്ചതാണ്. നമ്മളെ ടയറിൻ്റെ സ്ക്രൂ ഒക്കെ ചെയ്യാണ്ടായിരുന്നല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ടയറിൻ്റെ സ്ക്രൂവും ചെയ്യാണ്ട്, പിന്നെ നമ്മളെ ഫ്രണ്ടത്തെ റൈറ്റ് സൈഡത്തെ വീലിൻ്റെ അവിടെ നിന്ന് ഹമ്പ് ചാടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അത് എനിക്ക് വണ്ടി കിട്ടുമ്പോഴേ ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ച് വെച്ച് താമസിച്ച് നിന്നു. അപ്പോൾ മുമ്പാടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള ഒരു സൗണ്ട്, നമ്മൾ ചിലപ്പോൾ ബെയറിംഗ് ആയിരിക്കും, ചിലപ്പോൾ ബ്രേക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ബ്രേക്ക് പാഡ് പോയിട്ടുണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറ്റിയപ്പോൾ മറ്റേ സൗണ്ടും പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റേ നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോൾ ആ സൗണ്ട് കറക്റ്റായിട്ട് കേട്ട്. അപ്പോൾ ഒരപ്പത്തിന് വീലിൻ്റെ പിന്നെ സ്ക്രൂ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണുന്ന കംപ്ലൈൻറ്റ് ആളാണല്ലോ, മറ്റേത് സൗണ്ട് കേൾക്കുകയും ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയറിൻ്റെ അവിടുത്തെ റൈറ്റ് സൈഡത്തെ ഹമ്പി അടുമ്പോൾ അത് അവന് സൗണ്ട് കിട്ടിയില്ല. ഇന്നലെ രാവിലെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഉച്ചക്ക് ഒരു ഈവനിങ് 5 മണിയായപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ വണ്ടി മേൽഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടയറിന് പുതിയ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിയിൽ ചോദിച്ചു നോക്കുമ്പോൾ അത് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയാക്കിയത് ആ സൗണ്ട് പോയിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. പിന്നെ സ്ക്രൂട്ട്, പിന്നെ ഒരു കംപ്ലൈൻറ്റ് പാടെ ഉള്ളത് നമുക്ക് മറ്റേ വലിവില്ല. വലിവില്ലാത്തൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിവ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിക്കോ ഗിയറിൽ. അപ്പോൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിയ പോലെ ആവും, വെറും സൗണ്ടും വണ്ടി നല്ലോണം ജെർക്ക്. അതായത് നമ്മൾ ക്ലച്ച് താങ്ങി എടുക്കുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ജെർക്കിങ് വരും. അപ്പോൾ ഒന്ന് ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത് വീണ്ടും കൊടുത്താൽ റെഡി ആവും. പോകുന്ന ബൈക്ക് തന്നെ ഒരു ഓൺ ദ വേയിലാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഷോറൂമിൽ നിന്ന് ആൾ പറഞ്ഞത് എന്തോ കാർബറേറ്ററിലോ എന്തെങ്കിലും ഡസ്റ്റ് കയറിയതാണ്, ക്ലീൻ ആക്കിയാൽ മതി എന്നാണ് പറഞ്ഞതിന്. അപ്പോൾ ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലച്ചിൻ്റെ ആണെന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ക്ലച്ച് ചെയ്യണം, ക്ലച്ചിന് 6 സംതിങ് എത്ര ആവും. അപ്പോൾ അതും ഇന്നലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. സമയം 1:47 ആയിട്ടുണ്ട്. ഒക്കെ റെഡി ആയിക്കൂടാൻ പോവാൻ വേണ്ടി റെഡി ആയിക്കണു. പിന്നെ അത് റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ക്ലച്ചിൻ്റെ. അപ്പോൾ പിന്നീട് ഞാൻ വീണ്ടും ആ സമയത്ത് ഞാൻ ഇന്നലെ ഉച്ചക്ക് പോയപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡത്തെ വീലിൻ്റെ അവിടുന്ന് സൗണ്ട് വരുന്നത്. അപ്പോൾ മുതലാളി വീണ്ടും ബായിനോട് പറഞ്ഞപ്പോൾ ബായി പറഞ്ഞു ഇല്ല, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സൗണ്ടൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താണോ, ഫസ്റ്റ് ആ വീല് അറക്കണം ഹമ്പും, അപ്പോഴേ സൗണ്ട് കേൾക്കുള്ളൂ. അപ്പോൾ എന്താണെന്നോ, ചിലപ്പോഴേ ഇന്ന് വണ്ടി കിട്ടുള്ളൂ. എന്താ വെച്ചാൽ ക്ലച്ച് ചിലപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് എന്നിട്ട് ക്ലച്ച് റെഡി ആക്കിയിട്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളും കൊടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കും. ആ സൗണ്ട് പോയിക്കണോ ഇല്ലയെന്ന് നോക്കണമല്ലോ. ആ ഗ്യാപ്പിൽ ഹമ്പിൻ്റെ സൗണ്ടും പാടും ഒന്ന് കേൾപ്പിച്ച് കൊടുക്കണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ വീണ്ടും അത് അയക്കേണ്ടി വരും. അത് അയച്ചോട്ടെ, പിന്നെ ഏതായാലും വർക്ക്ഷോപ്പ് കയറ്റിയല്ലേ, ഇനിയിപ്പോൾ ഇന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേ നാളെയും പാടെടുത്താലും ആ പണി വണ്ടിൻ്റെ മൊത്തം പെൻഡിങ് പണികൾ മുഴുവൻ തീർക്കണം. പിന്നെ വണ്ടിക്ക് പണികളില്ല. പിന്നെ ഇന്നലെ നമ്മൾ ഫസ്റ്റ് വണ്ടിൻ്റെ പണി ചെയ്തത് ആദ്യം പൊല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊല്യൂഷന് പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ കളമശ്ശേരി പോയി. നമ്മളെ എമറാത്ത് ഹോട്ടലിൻ്റെ അവിടെ നമ്പർ പ്ലേറ്റ് പെയിൻ്റ് അടിക്കണ്ടായിരുന്നു. 2 ഭാഗം പെയിൻ്റ് അടിച്ച് അത് കഴിഞ്ഞിട്ടാണ് വർക്ക്ഷോപ്പ് കൊണ്ടുപോയത്. അപ്പോൾ ഇനി ഏതായാലും ഫുഡ് ആയിക്കോട്ടെ, സമയം ഇപ്പോൾ 2 മണി ആവാനായിട്ടുണ്ട്. ഫുഡ് നമ്മൾ വേഗം ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറും പിന്നെ ഉള്ളിക്കൂട്ടാനും കഞ്ഞിൻ്റെ വെള്ളവും പിന്നെ ഒരു ഡബിൾ ഓംപ്ലേറ്റും ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടാണ്ട് നമ്മൾ ഫുഡ് ആയിക്കോട്ടെ. ഇവിടെ പുതിയൊരു വീട് വരുന്നുണ്ട്. അടിയിലൊക്കെ ഫുള്ള് വാഴകൾ വെച്ചു. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റും. കാടും മലകളൊക്കെ പോയപ്പോഴേ അടിപൊളിയായിട്ട് നല്ല കാഴ്ച കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ ചായ കുടിക്കുക, ഈവനിങ് ടൈമിലേക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഏതായാലും വേഗം ഫുഡ് ആയിക്കോട്ടെ, എന്നിട്ട് വേഗം വർക്ക്ഷോപ്പിൽ ചെല്ലണം. വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് എന്നാൽ പിന്നെ മറ്റേ കംപ്ലൈൻറ്റ് ഇപ്പോൾ തന്നെ നമ്മൾ കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ റെഡിയാക്കി തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഓടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെയും പാടെ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇപ്പോൾ ഒന്നിനെ സോക്കാപ്സറിൻ്റെ ഒരു വലിയ പ്രശ്നമായിരിക്കും, എന്താ അറിയില്ല. നമ്മൾ ഈ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കണമൊന്നും വലിയ പ്രശ്നമല്ല. കാരണം നമ്മൾ ബെയറിങ് പോയി എന്ന് വിചാരിച്ചില്ല. കാരണം അമ്മാതിരി ഒരു സൗണ്ട് ആയിരുന്നു അടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ് മാറിയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടാവും. അതൊക്കെ നമ്മളെ കങ്ങരപ്പടിയിൽ നിന്ന് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. അവിടുന്ന് നമ്മളെ ബ്രേക്ക് പാഡ് മാറിയതിന് ശേഷം നമുക്ക് അവിടുന്ന് ആദ്യം വേറെ സൗണ്ട് വന്നതിന്, പിന്നീടാണ് ഇപ്പോൾ ഈ സൗണ്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്കെ ആ ഒരു ബ്രേക്ക് പാഡിൻ്റെ ഇഷ്യൂ ആയിരിക്കും. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വേഗം ചെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. സമയം 2 മണി ആയിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്, അതാണ് ഹെൽമെറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ചിറ്റേത്തുകര നമ്മളെ ആംബിയൻസിൻ്റെ അവിടെ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനെന്തായാലും ഒരു 3:30 ആവുമായിരിക്കും. ഇപ്പോൾ 2:30 ആയിട്ടുണ്ട് സമയം.
1 മണിക്കൂർ എന്തായാലും എടുക്കും അവിടെ പോയിട്ട് ഇങ്ങോട്ട് പോരണമെങ്കിൽ, സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും വർക്ക്ഷോപ്പിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഫിറ്റിങ്സിലാണെന്നാ പറഞ്ഞത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പോന്നു. പിന്നെ ഇത് ചെയ്തിട്ട് വേണം മറ്റേ വീലിൻ്റെ സൗണ്ടിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ശനിയാഴ്ചത്തേക്കാക്കും. അപ്പോൾ അത് പിന്നെ ചെയ്യേണ്ടി വരും ആ സൗണ്ട് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഊബറിനാണ് പോവുക. അപ്പോൾ ഊബറിനൊന്ന് പോയിട്ട് ആ വണ്ടി ചെക്ക് ചെയ്തിട്ട് അവർക്ക് സൗണ്ട് കേൾപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഊബറിന് വരണം. പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഊബർ എടുത്ത് പോകേണ്ടി വരും. നാളേക്കരം പിന്നെ കിട്ടുക. അത്യാവശ്യം വലിയൊരു പണിയായിരിക്കും, വീണ്ടും അയക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോഴേ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നേരേക്ക് ഇനി വർക്ക്ഷോപ്പ് കയറ്റുമ്പോഴേ ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ശനി ഞായറൊക്കെ അടുപ്പിച്ച് 2 ദിവസം എന്തെങ്കിലും ലീവ് എടുക്കണം എന്നൊക്കെ കയറ്റുള്ളൂ. ചിലപ്പോഴേ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുള്ളൂ. എന്തായാലും ഇനി വണ്ടി എടുക്കാൻ പോകുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ഒരു 5:15 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വർക്ക്ഷോപ്പിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ താജുദ്ദീൻ വരുന്നുണ്ട്. ഇന്ന് ഓട്ടം ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിന്നൊന്ന് വർക്ക്ഷോപ്പിലേക്ക് ആക്കിക്കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആള് നമ്മുടെ ആ ചെറിയ വഴി ഉണ്ടല്ലോ ചിറ്റിലപ്പള്ളിൻ്റെ ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ എത്തും ആള്. ഏതാണ് ഈ പൊട്ടൻ താജു? ഞാനേ അവിടെ ഇപ്പോൾ എത്ര ഉണ്ടോ അപ്പോൾ ഇവർക്കും ബുദ്ധിമുട്ടായി. കാരണം ഇവർക്ക് ഓനവിടെ എത്ര റിവേഴ്സും ഫ്രണ്ട് ഓടണം. ഞാൻ മര്യാദയ്ക്ക് ഗേറ്റ് തുറന്നാണ്ട് കയ്യോണ്ട് കാണിച്ചതാ റിവേഴ്സ് ഇട്ടോന്ന്. കാരണം ഓന് ഈ ഭാഗത്തു നിന്നാണ് വന്നത്. എന്നിട്ട് നേരം പോയിക്കാം. പോയിക്കും ബുദ്ധിമുട്ടായി, എല്ലാവർക്കും ബുദ്ധിമുട്ടായി. താജ് പുതിയ വണ്ടി വാങ്ങിക്കാണേ. ഏതാ താജു സാർ? വീഡിയോ എടുക്കുക. എന്താ ബ്ലോഗറാ? നമ്മളെ വണ്ടി ശരിയായിട്ടുണ്ട് കേട്ടോ. വണ്ടി മേലെ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളെ ബില്ല് വന്നത് 8290 രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത്. അപ്പൊ 8200 ലാസ്റ്റ്. പൈസ നമ്മളെ താജോട്ടെ ചെയ്തേക്കണേ. കാരണം ഇന്ത്യയിൽ നിന്ന് പോണില്ല. പൈസ ഉണ്ട് പക്ഷെങ്കിൽ പോകുന്നില്ല. എന്തോ 24 hour എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബില്ല് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്ലച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താജുവിൻ്റെ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞു. നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മളിതൊന്ന് കൈകണ്ടീനു. കുറച്ച് കാക്കത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെയിന്റ് അടിച്ചിട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കുജ്ജെന്ന് എടുക്കാനാണ് ഭയങ്കര റിസ്ക്. എഡ്ജാണ്. റിവേഴ്സ് ഇട്ടിട്ട് ഇതിൽ കൂടി കയറ്റേണ്ടി വരും. ഇവിടെ കുറച്ച് കുറവുണ്ട്. അല്ല ഇതിൽ കൂടി കയറ്റിയാൽ ചിലപ്പോൾ തട്ടും, ടയറ് കീറും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് കഴിക്കണം. വർഷോപ്പാര് ഉള്ളിലും പുറത്തേക്ക് കയറിയിട്ട് ആകെ അവരെ കയ്യുമത്തെ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിയറിംഗുമേയും ഗിയറുമേയും സീറ്റിലൊക്കെ ആകെ ഒരു കറായിട്ടുണ്ട് ചളി അവരെ. അപ്പോൾ അത് വണ്ടി ഒന്ന് കഴിക്കണം. നാളെ അടിപൊളിയായിട്ട് ഓടണം. ക്ലച്ചും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ സൗണ്ട് ഒരു വലിവിന്റെ പ്രശ്നം പറഞ്ഞില്ലല്ലോ, അത് എന്തായിക്കണോന്ന് ഇപ്പൊ ഇതുവരെ ഓട്ടിയിട്ട് കിട്ടിയില്ല. ചെറിയൊരു ഇതുണ്ട് തോന്നുന്നുണ്ട്. അത് നാളെ ഓടിക്കുമ്പോൾ എന്തായാലും കിട്ടുമല്ലോ. പിന്നെ ബ്രേക്ക് ചോട്ടുമ്പോൾ മറ്റേ ബ്രേക്ക് പേഡ് കഴിഞ്ഞതിന്റെ സൗണ്ടും ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. മറ്റേ സൗണ്ടും മാറിയിട്ടുണ്ട്. ആ ചെറിയ ചെറിയ അടിച്ചതിന്റെ സൗണ്ട് ഉണ്ടല്ലോ, അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു, റെഡ് കളറ്. അത് മാറ്റിയെന്നാ പറഞ്ഞില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല, ഒന്ന് നോക്കി നോക്കട്ടെ. പിന്നെ വേറെ പറഞ്ഞത് നമ്മളെ ക്ലച്ചുമാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ റൈറ്റ് സൈഡത്തെ സൗണ്ട് ഉണ്ടല്ലോ ഹമ്പ് ചാടുമ്പോൾ, അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു വട്ടം പോന്നപ്പോൾ ജസ്റ്റ് ഒരു വട്ടം കേട്ടു. അത് തന്നെയാണ്, എനിക്ക് കൺഫേം ഇല്ല. ഇനി ഇവിടുന്ന് നാളെ റൂമിന്റെ അവിടുന്ന് ഈ ഒടിച്ച് പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവലുണ്ട്. അപ്പൊ നാളെ എന്തായാലും അറിയാൻ കഴിയും അതിന്റെ പ്രശ്നം എന്താന്ന്. പിന്നെ സ്റ്റിയറിംഗ് കവർ ഞാൻ അപ്പൊ തന്നെ ഇടണമെന്ന് കരുതി, ഒക്കെപ്പാടെ എന്തിനാണ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ സ്റ്റിയറിംഗ് കവർ തുന്നണതായോണ്ട് ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ സമയം എടുക്കുന്ന പറഞ്ഞത്. പിന്നെ 2 ദിവസത്തിന് വണ്ടി തിരക്കും ഉണ്ട്. അപ്പൊ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊടുന്നാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ അതും പെൻഡിങ്ങിലിട്ട്. ഇപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിൽ ബില്ലായത് 8290 രൂപയാണ് ബില്ലായത്. അതില് ക്ലച്ചിൻ്റെത് ഇതാണ് 3350. അത് എന്നോട് 6000 റുപ്യൊക്കെ ആവുമെന്ന് പറഞ്ഞു. ഇത്രേ ആയിട്ടുള്ളൂ. ചിലപ്പോ മൊത്തത്തിൽ കംപ്ലൈന്റ് ഉണ്ടല്ലേ എന്താ അറിയില്ല, ചേഞ്ച് ആക്കിക്കണമെന്നാ പറഞ്ഞത്. പിന്നെന്തൊക്കെ ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് പാഡ്. അത് മറ്റേ ബൾബിൻ്റെത് എവിടെയെന്നാവും. ബ്രേക്ക് പാഡ് ബൾബ് ഇതിൽ കാണുന്നില്ല. ഇത് വെറുതെ ഇങ്ങനത്തെ റേറ്റ് ആയതുകൊണ്ടേ നമുക്ക് ഇത് മനസ്സിലാവണില്ല. ടോട്ടൽ 8290 ആയിരുന്നു. 8200 ഇട്ടിട്ടുണ്ട്. ഏകദേശം നല്ലൊരു റേറ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതിയ റേറ്റ് എത്തിയില്ല. ഞാനൊരു 10-12 ഒക്കെ ആവുമെന്ന് കരുതിയേനെ. കാരണം ക്ലച്ചിന് 6000 റുപ്യൊക്കെ ആവുമെന്ന് പറഞ്ഞേന്. ഷോറൂമിൽ 8000 പറഞ്ഞേന്. ഷോറൂമിൽ 14000 അല്ലാന്നുണ്ടെങ്കിൽ 17000 എന്നാ പറഞ്ഞേന്. കാരണം ഡിസ്കിൽ സ്ക്രാച്ച് ഉണ്ട്. അത് പോളിഷ് ചെയ്യുകയാണെങ്കിൽ 1000, അല്ലാന്നുണ്ടെങ്കിൽ അതിലേറെ കൂടും. അപ്പോഴാണ് 17 പറഞ്ഞേന്. അപ്പൊ ഇവിടെ ഇപ്പോ 8290 ആയിട്ടുള്ളൂ. അപ്പൊ അതില് എന്തേലും കുറക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ 8200 ഇട്ടാൽ മതി പറഞ്ഞു. അപ്പൊ 90 റുപ്യ പറഞ്ഞില്ല. എന്തേലൊക്കെ ചോദിക്കണം നമ്മള്, വലിയ എമൗണ്ട് അല്ലേ. അപ്പൊ അത് കുറക്കണതിന് വലിയ വിഷയമൊന്നുമില്ല.
ഏതായാലും ഇപ്പൊ നമ്മള് വണ്ടിന്റെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടിനൊന്ന് കഴുകട്ടെ. നാട്ടിൽ പോയപ്പോ ഇവിടെ ഇട്ടപ്പോഴേ ആകെ കാക്കൊക്കെ തൂറിയിട്ട് ആകെ അലങ്കോലാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഇപ്പൊ അവരെ കൈ തട്ടിയോണ്ട് കുറെ ഗ്രീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ ഒരു കളറ്. അപ്പൊ ഏതായാലും ക്ലീൻ ആക്കട്ടെ. നാളെ ഓടുന്ന വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.